ഇതൊരു ചിറ്റാറ്റായിട്ട് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. എന്താണ് അഭിനയത്തിൽ നിന്ന് പുറകിലേക്ക് പോകാൻ കാരണം? സോഹ, നീ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്ന പോലെ എനിക്ക് പറ്റുമോ? അനീഷ് പറയുമ്പോഴാണ് ഞാനെല്ലാം ഒരേപോലെയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ല. ഇപ്പോൾ സിനിമ പ്ലഷറിനെക്കാട്ടും കൂടുതൽ പ്രഷറാണോ? ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചെടുത്തിട്ട് അനീഷ് വലിയ വലിയ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ബ്രില്യൻ്റ് ആയിട്ട് ചോദിച്ചാൽ നമ്മൾ എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഓഹോ നീ സ്ത്രീവിരുദ്ധനാണല്ലേ എന്നും പറയാൻ പാടില്ലല്ലോ. അതായത് ഞാൻ അനീഷിനോടും കൂടെ പറഞ്ഞത് എന്റെ പടം ഇറങ്ങി കഴിയുമ്പോ വിളിച്ചിട്ട് എന്ത് പടമാടാ ചെയ്തു എന്ന് പറയല് നിർത്തി. അപ്പൊ വിചാരിക്കും അടുത്ത പടങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഓടിയില്ലല്ലോ, കുഴപ്പങ്ങളാണല്ലോ. തിരുത്തിക്കൊണ്ടുവരികയല്ലേ, ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കല്ലേ, അത് തിരുത്തും. CA പഠിക്കാൻ നേരത്തെ കണ്ട സോഹനും ഇപ്പോൾ ഉള്ള സോഹനും തമ്മിലൊരു വ്യത്യാസമുണ്ട്, പ്രായത്തിന്റെ അല്ല. അന്നത്തെക്കാളും വളരെ ഭൗതികമായും മാനുഷികമായും ചോദിക്കണ്ടായിരുന്നു എന്റെ ഒരു വളർച്ച കണ്ടിട്ട്. അപ്പോൾ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ ഒരു കുരിഷ്ട് ചോദ്യത്തിന്റെ ആവശ്യമില്ല. സോഹൻ, യെസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പോയ സോഹൻ പിന്നെ എങ്ങനെയാണ് സിനിമാക്കാരനാണ്? ഇതൊരു ചിറ്റാറ്റായിട്ട് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പോയ അനീഷ് എങ്ങനെയാണ് ചാനൽ പേഴ്സണാലിറ്റി ആയത്? അത് ഈ സോഹന്റെ ഒരു വിളയാട്ടങ്ങൾ. അവിടെ പഠിക്കാൻ മര്യാദയ്ക്ക് പോയിരുന്നു, എന്നെയും വിളിച്ച് സരിത പോവായിരുന്നു. അതെ, അതായത് നമ്മൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരനും സുമുഖനുമായൊരു ചെറുപ്പക്കാരനായിരുന്നല്ലോ അനീഷ്. ഞാൻ സിനിമയിൽ വരുമെന്നോ നടനാവുമെന്നോ യാതൊരു ചിന്തയും നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല. അനീഷിനൊരു സിനിമാ നടനായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്താണ് അഭിനയത്തിൽ നിന്ന് പുറകിലേക്ക് പോകാൻ കാരണം? അല്ല, അഭിനയം എല്ലാവർക്കും പറ്റുന്ന പണിയല്ലല്ലോ. സോഹ, നീ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്ന പോലെ എനിക്ക് പറ്റുമോ? സോഹൻ എന്തുകൊണ്ടാണ് സിനിമ വരുന്നത്? അല്ല, ഇത് എന്റെ ചോദ്യം അതാണല്ലോ. ഞാനാണ് ഇവിടെ ചോദിക്കുന്നത്, സോഹനാണ് മറുപടി പറയുന്നത്. വിധിയുടെ വിളയാട്ടം എന്നാണ് എൻ്റെ ഒറ്റവാക്കിൽ പറയേണ്ടത്. അതായത് അനീഷിന് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ ആ CA ഫൗണ്ടേഷൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആൽബർട്സിൽ ഞാനൊരു വെടികൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതെ അതെ, ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു, ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതും ജനലിന്റെ സൈഡിൽ ഈ ശനി ഞായറുമാണല്ലോ നമുക്ക് ക്ലാസ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ശനിയാഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും അപ്പുറത്ത് പാപ്പാളി ഹാളിൽ കല്യാണം ഉണ്ടാവുമായിരുന്നല്ലോ. അവിടെ പോയി ഓസിന് ബിരിയാണി കഴിക്കുക എന്നുള്ള ഒരു അട്രാക്ഷൻ മാത്രം എനിക്കന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെയാണ് സത്യത്തിൽ അഭിനയം തുടങ്ങുന്നത്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എബ്രിഡ് ഷൈനും ഒരുപാട് നമ്മുടെ അതിൽ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സമയത്ത് എബ്രിഡിന് ഭയങ്കര വാശിയായിരുന്നു ഒരു പോലീസ് കഥാപാത്രം ഞാൻ അവതരിപ്പിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ പോലും അറിയാതെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, അവിടുത്തെ കാര്യങ്ങൾ കാണിപ്പിക്കുക, ഓരോ സീനുകളൊക്കെ പുള്ളി എഴുതി ഇതൊക്കെ വായിച്ചേൽപ്പിക്കുക. എന്നിട്ട് മധു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് സോംബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൗഹൃദത്തിൽ നടനായി പോയതാണ്. എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നില്ല. CA ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ആ സിനിമ വളരെ വലിയ ഹിറ്റാവുകയും അതിലെ അഭിനയിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നടീനടന്മാർക്കും പിന്നീട് അവസരങ്ങൾ വരികയൊക്കെ ചെയ്തപ്പോൾ എന്നെ പിന്നീട് വിളിച്ചതൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ്. അങ്ങനെ അങ്ങോട്ട് നടനായി മാറിയതാണ്. സംവിധായകനാവണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നുന്നു എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. കാരണം നടനാവരുതെന്ന് തോന്നിയതും 10ാം ക്ലാസ് സമയത്താണ്. ശരി, അത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. ഞാൻ ചില ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ ചെറിയ മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഈ കന്നാസും കടലാസിൻ്റെയും കൂടെ പാട്ട് പറക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലൊരാളാണ്. എന്നിട്ട് ഞാൻ അഭിനയിച്ചു. അതങ്ങനെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നില്ല എനിക്ക്. കാരണം വേറൊന്നുമല്ല, അത് ഇപ്പം ആലോചിക്കുമ്പോൾ അഭിമാനവും സന്തോഷവും ഉണ്ടെങ്കിലും അന്ന് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കന്നാസ് കടലാസ് എന്ന് പറഞ്ഞ് വിളിച്ചുള്ള കളിയാക്കലും. പിന്നെ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പൗഡറൊക്കെ ഇട്ട് ചെന്നപ്പോൾ ഇതൊക്കെ മാറ്റി ഒരു വലിയ ട്രൗസറും
ഒരു സഞ്ചി, ഒരു സഞ്ചിയല്ല ചാക്ക്. ചാക്കും ഒക്കെ തന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അഭിനയം അത്ര വർക്കാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഈ പാട്ട് പറക്കുന്ന കൂട്ടത്തിൽപ്പെടുത്ത്, എടാ അതിപ്പോൾ നിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നിനക്ക് വേഷങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അത്തരം വേഷങ്ങളോട് എനിക്കൊരു താല്പര്യമില്ലായ്മ, അഭിനയം വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവിടെ വെച്ചിട്ടാണ് ഒരു സംവിധായകൻ ആരാണെന്നും ആ സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ സിദ്ദിഖ് ലാൽമാരുടെ സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ ആവാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു സംവിധായകനാവണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് ഐഡിയ ആയത്. സിദ്ദിഖ് സാറിൻ്റെ കൂടെ തന്നെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാനും സാധിച്ചു. ഷാഫി സാറിൻ്റെ കൂടെയാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ ഭാഗ്യം എല്ലാം സാഹചര്യമൊക്കെ ഒത്തു വന്നപ്പോൾ സംവിധായകനായി. നമ്മൾ CA ക്ലാസ്സിന് പോയ ക്ലാസ് അറ്റൻഡ് ചെയ്തേക്കാട്ടും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുണ്ട് സംഗീതത്തിൽ. അതും ശനിയും ഞായർ. ഇപ്പം അന്ന് പൈസ കൊടുത്ത് വിട്ട വീട്ടുകാർ ഇപ്പം എന്നാലും നമ്മൾ ഒരുപക്ഷെ 2 സിനിമയെങ്കിലും ശനിയും ഞായറും, ശനിയാഴ്ച 2 സിനിമ, ഞായറാഴ്ച 2 സിനിമ കാണുമായിരുന്നു. അത് ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമ കരിയറിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. തീർച്ചയായും നമ്മൾ ആ പ്രായത്തിൽ ആ കാലഘട്ടത്തിൽ കണ്ട സിനിമകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മളെ സിനിമ കാണിക്കാൻ പ്രേരിപ്പിച്ച സിനിമാക്കാരാണ് നമ്മളെ സിനിമാക്കാരാക്കിയത്. അപ്പോൾ ആ സിനിമകൾ നമ്മളെ അത്രയും ആകർഷിച്ചിരുന്നു, നമ്മളത്ര ഇഷ്ടപ്പെട്ടിരുന്നു, അത്ര എൻജോയ് ചെയ്തിരുന്നു. അനീഷ് പറഞ്ഞ പോലെ വീട്ടുകാർ കാശൊക്കെ തന്നു വിട്ടിട്ടും നമുക്ക് ആ സിനിമയോട് തന്നെ ഉള്ള നമ്മുടെ ഒരു ഇഷ്ടം, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെയും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഇഷ്ടം അങ്ങനെ പോകുന്ന ആൾക്കാരല്ല നമ്മൾ. പിന്നെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയും നമ്മളുടെ ഉള്ളിൽ നടന്നൊരു പഠനവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് AD ആയിട്ട് പോകുമ്പോഴും ഒക്കെ ഓരോ ഷോട്ടുകൾ ഡയറക്ടേഴ്സ് എടുക്കുമ്പോഴൊക്കെ നമ്മുടെ റെഫറൻസായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ അന്ന് കണ്ട സിനിമകളാണ്. ഇതായിരുന്നല്ലേ, നമ്മൾ അത് വെച്ചിട്ടാണ് ഇവിടെ AD ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഒരു സിനിമയിൽ AD ആയിട്ട് നിന്നിട്ട് സിനിമ പഠിക്കുന്ന ഒരാളുടെ പഠനവും. അയാൾ കണ്ട സിനിമയും അയാൾ കണ്ട കാഴ്ചകളും അയാൾ ആ സിനിമ ലൊക്കേഷനിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഒത്തുവെച്ചിട്ടാണ് അയാളുടെ ഒരു സിനിമയിലേക്ക് അയാൾ എത്തുന്നത്. ശരിയാണ്. അന്ന് പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കിതൊരു പ്ലഷറായിരുന്നു. നമ്മൾ ചെല്ലുന്നു, ഇടിച്ചു കയറുന്നു. അന്ന് ഇതേപോലത്തെ ബുക്ക് മൈ ഷോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇടിച്ചു കയറുക, ടിക്കറ്റ് കയറിയിരുന്ന് കാണുക, തിരിച്ചു വരിക, ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുക, വീട്ടിൽ പോവുക. പക്ഷെ ഇന്നതൊരു പ്രഷറാണോ? അല്ല, അത് നമ്മളുടെ മാത്രം പ്രശ്നമാണ്, നമ്മളുടെ പ്രായത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇന്നും നമ്മൾ അന്ന് കണ്ട പ്രായത്തിലുള്ള ആൾക്കാർ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് അവർ സിനിമ കാണുന്നത്. അവർക്ക് വേറെ മുൻവിധികളൊന്നുമില്ലല്ലോ. അല്ല, താങ്കളിപ്പോൾ സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഇപ്പോൾ സിനിമ പ്ലഷറിനെക്കാട്ടും കൂടുതലൊരു പ്രഷറാണോ? തീർച്ചയായും. കാരണം വളരെ ഓണസ്റ്റ്ലി പറഞ്ഞാൽ അവൻ്റെ സിനിമ ഗംഭീരമാവുമോ? വ്യക്തിപരമായി നമ്മുടെ പ്രൊഫഷനായി അപ്പോൾ സ്വാഭാവികമായും പിന്നെ അവനെടുത്ത പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമോ? എത്ര കാര്യങ്ങളാണ് നമ്മൾക്കൊരു സിനിമ കാണുമ്പോൾ നമ്മുടെ പ്രൊഫഷനായി മാറുമ്പോൾ അതൊരു പ്ലഷറിനേക്കാൾ പ്രഷറായി മാറുന്ന ഒരു ഘട്ടമുണ്ട് അതിനകത്ത്. ഒട്ടും താല്പര്യമില്ലാത്തായിരുന്നു പറഞ്ഞു അഭിനയം, അതായത് അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. പക്ഷെ സോഹൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു നടൻ എന്ന നിലയിലാണ്. സോഹൻ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത്ര ഡീപ്പായിട്ടല്ലെങ്കിൽ നമ്മളുള്ള സൗഹൃദം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച അല്ലെങ്കിൽ അന്ന് ക്ലാസ്സിലിരുന്ന് പരസ്പരം സംസാരിച്ച അതേ ടോണിലാണ് പല സിനിമയിലും പല ക്യാരക്ടേഴ്സും സംസാരിക്കുന്നത്. സോഹൻ്റെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത്, മാനറിസങ്ങൾ ഇത്. പക്ഷെ നമുക്കതൊരു ബോറടിക്കില്ല കേട്ടോ, കാരണം സോഹൻ്റെ ഒരു പക്ഷേ സർക്കാസ്റ്റിക് രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ മാത്രമേ സോഹൻ വരുമ്പോൾ തിരഞ്ഞെടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ചില ആക്ടേഴ്സുള്ളൂ എനിക്ക് എന്നിലപ്പുറം ഒരു ആക്ടറിനെ കണ്ടെത്തണം? അല്ല, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥയിലേക്കൊന്നും വളർന്ന ഒരു ആക്ടറല്ല ഞാൻ. പിന്നെ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനൊരു തിരഞ്ഞെടുപ്പ് ഒരു ഹീറോ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ആക്ടേഴ്സ് മാത്രമേ നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരെ നടത്തുന്നുള്ളൂ മലയാളത്തിൽ. ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ ക്യാരി ചെയ്യുന്ന ആക്ടേഴ്സ്. ബാക്കി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിനെ ഞാൻ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ടെക്നിക്കൽ ക്രൂ ഉണ്ടല്ലോ, ക്യാമറയുടെ പുറകെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും. ഒബ്വിയസ്ലി ഡയറക്ടറുടെ ഒരു ഓക്കേക്ക് വേണ്ടിയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. അപ്പോൾ നമ്മളുടെ ഒരു പെർഫോമൻസിൽ അവരുടേതായിട്ടുള്ള ഒരു ഫൈൻ ട്യൂൺ നടത്തി അവർ കറക്റ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അനീഷ് പറയുമ്പോഴാണ്
ഞാനെല്ലാം ഒരേപോലെയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ല, ഏതാണ്ട് അതൊക്കെ തന്നെ. അപ്പോൾ ഇത് ഇപ്പം ഞാനൊരു ഡയറക്ടർ എന്ന നിലയിലും നമ്മൾ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ മുൻ അഭിനയ രീതികൾ അല്ലെങ്കിൽ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിന് ഇയാളായിരിക്കും ആപ്റ്റ് എന്ന് തോന്നുകയാണ്. പിന്നെ അപൂർവം ചില ഡയറക്ടേഴ്സ് അങ്ങനെ പർപ്പസ്ലി ഇയാളെ വെച്ചിട്ട് ഇയാൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഇയാളെ ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ ഒബ്സർവ് ചെയ്യണം, അത് മനസ്സിലാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഞെട്ടിക്കുന്നൊരു സോഹൻ സ്ക്രീനിൽ ഉടനെ വരുന്നതായിരിക്കും. ഈ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കൂടുതൽ എന്താണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഞ്ചാണ്, യൂണിഫോം ഇല്ലാത്ത പോലീസുകാരനാണ്. ഞാൻ ഇപ്പോൾ പാതിരാത്രി ഓൾമോസ്റ്റ് കോൺസ്റ്റബിൾ തന്നെ. അപൂർവം അത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. അത് ഇപ്പോഴും നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുക ആക്ഷൻ ഹീറോ ബിജുവിലെ പോലീസുകാരനല്ലേ എന്നാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ വരുമ്പോൾ അത് നമുക്ക് സോഹൻ ചേട്ടനെ വിളിച്ചാലോ എന്ന് തോന്നും. അത് അവർക്ക് തോന്നുകയാണ്. അതായിരിക്കാം അതിൻ്റെ കാരണം എന്ന് ഞാൻ കരുതുന്നു. കണ്ടന്റ് ഡ്രിവൺ ആണ് മലയാള സിനിമ എന്നാണ് എപ്പോഴും പറയപ്പെടുന്നത്. പക്ഷെ കണ്ടന്റ് ഉണ്ടായിട്ടും അതൊരു സിനിമയുടെ ഫീലില്ല എന്ന് തോന്നുന്നത് പോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് കണ്ടന്റ് ഉണ്ടായിട്ടും ചില സിനിമകൾ നമുക്ക് കാണാൻ തോന്നാത്തത്? കണ്ടന്റ് എന്ന് പറയുന്നത് ആക്ച്വലി സെക്കൻഡറിയാണ്. മേക്ക് ബിലീഫ് എന്നൊക്കെയാണല്ലോ വലിയ നമ്മുടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു തിയേറ്ററിലേക്ക് സിനിമ കാണാൻ ചെന്നാൽ ഇപ്പോൾ പുതിയ ഒരു ഡിസ്കഷൻ 20 സെക്കൻഡ് വിൻഡോ എന്നാണ്. അതായത് സിനിമ തുടങ്ങി എവിടെയെങ്കിലും ഒരു 20 സെക്കൻഡ് പ്രേക്ഷകനിൽ ആകടിച്ചാൽ അവൻ അടുത്ത വിൻഡോയിലേക്ക് പോകും. അവൻ്റെ മൊബൈൽ എടുക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, അവൻ അപ്പോൾ ചെക്ക് ചെയ്യും, ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ അവനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. അപ്പോൾ ആ രീതിയിലാണ് സിനിമയുടെ തിരക്കഥയും സിനിമയുടെ മേക്കിങ്ങും ഒക്കെ ഇപ്പോൾ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സിനിമ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ ആ കണ്ടൻറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ ലാഗ് വന്നാൽ, ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സംസാരം എവിടെയെങ്കിലും ഒന്ന് വിരസമായാൽ അപ്പോൾ ചാനൽ അടുത്ത വിൻഡോയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടൻറ്റ് സെക്കൻഡറി ആണ്. എന്നാൽ ഇത്തരം പിടിച്ചിരുത്തുന്ന രീതിയിൽ നല്ല കണ്ടൻറ്റും അവതരിപ്പിച്ച് ആ സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ആ സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്. അത്തരം സിനിമകൾ മലയാളത്തിൽ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം. പറഞ്ഞതുപോലെ 20 സെക്കൻഡ് വിൻഡോയ്ക്ക് വേണ്ടി നിങ്ങൾ കഥ എഴുതുമ്പോൾ ഇത് കഥയുടെ എഴുത്തിനെ ബാധിക്കില്ലേ? അല്ല, ആ കഥയുടെ എഴുത്തിനെ ബാധിച്ചാൽ അപ്പോൾ ആ സിനിമ വീണ്ടും ചവറ്റുകോട്ടയിലേക്ക് തന്നെ പോകും. ഇത് കണ്ടൻറ്റിൽ നിന്നുകൊണ്ട് 20 സെക്കൻഡ് വിൻഡോയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവനെ ഒരു സീൻ കഴിയുമ്പോൾ തന്നെ അടുത്ത സീൻ എന്ത്, ആ സീൻ കഴിയുമ്പോൾ അടുത്ത സീൻ എന്ത് എന്ന് നമ്മുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി പോകുന്നതിനാണല്ലോ നമ്മൾ തിരക്കഥ എന്ന് പറയുന്നത്. അങ്ങനെ എഴുതാൻ കഴിവുള്ള തിരക്കഥാകൃത്തിനെയാണ് നമ്മൾ അംഗീകരിക്കുള്ളൂ. ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഓഡിയൻസ് ഇൻ്റലിജൻ്റ് ആണെന്ന് പറയാം. ഇൻ്റലിജൻ്റ് തന്നെയാണ് ഓഡിയൻസ്, ഒരു സംശയമില്ല. നമ്മളന്ന് ക്ലാസ് എടുത്ത് കണ്ട സമയങ്ങളിൽ കണ്ട സിനിമകളുടെ അവസാനമൊക്കെ നമുക്ക് അറിയായിരുന്നു, ഒരു അടി ഉണ്ടായിട്ട് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യും, നമ്മൾ കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരികയും ചെയ്യായിരുന്നു. എല്ലാ സിനിമകളും അങ്ങനെയായിരുന്നു ഏകദേശം. പക്ഷെ ഇപ്പം അത് പോരാ. ആൾക്കാർക്ക് ലാസ്റ്റത്തെ ഷോട്ട് വരെ എന്താണ് ക്ലൈമാക്സ് മനസ്സിലാവരുത്. ഇത് കീപ്പ് യും വേണം. പക്ഷെ ചില സിനിമകൾ നമ്മൾ ഒരു പകുതി വരെ ഗംഭീരമായിരിക്കും, പിന്നെ ഒരു ഡയറക്ടർക്ക് ഒരു പിടികിട്ടില്ല എന്താ ചെയ്യേണ്ടത്. ഒരു ആക്ടറും ഒരു ഡയറക്ടറും എന്ന നിലയിൽ ആദ്യത്തെ ആ എക്സൈറ്റ്മെൻറ്റ് പിന്നെ കൊണ്ടുവരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? സിദ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരാൾ 100 വർഷം കഴിഞ്ഞല്ലോ നമ്മുടെ സിനിമ. അപ്പോൾ അയാൾ ഒരുപാട് വർഷത്തെ സിനിമകൾ അനലൈസ് ചെയ്ത് സിനിമയ്ക്ക് ഒരു തിയറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ 3 ആക്ട് പ്ലേ എന്നാണ് നമ്മളതിനെ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന് ഡയഗ്രാം ഉണ്ട്, അതിന് ഒരുപാട് തീരുമാനിച്ചിട്ടുള്ള ജോണറുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലവ് സ്റ്റോറി. അപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സിനിമ ഏത് ജോണറാണ് എന്ന് തീരുമാനിക്കണമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പിന്നെ പുള്ളിയുടെ ഈ കണ്ടെത്തലുകളിൽ വെച്ചിട്ട് ഒരുപാട് പഠനങ്ങളൊക്കെ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ വലിയ റിസർച്ച് നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ മിടുക്കന്മാരായ നമ്മുടെ മലയാളി ഫിലിം മേക്കേഴ്സും ഒക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും സിനിമയ്ക്ക് പുതുമ എന്നൊരു അർത്ഥം കൂടിയുണ്ട്.
ഇപ്പം മണിച്ചിത്രത്താഴ് എനിക്കിനി ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ നമ്മളൊരു ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ ഇതൊക്കെ ജനത്തിന് ഇഷ്ടപ്പെടും എന്നൊക്കെ കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം സിനിമ തുടങ്ങിയാൽ ഉടനെ തന്നെ ഒരു ഹുക്ക് വേണം അവനെ സിനിമയിലേക്ക് ഇരുത്താൻ. അത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത പ്ലോട്ട് വന്ന് അത് ഡെവലപ്പ് ആവണം, ഇൻ്റർവെൽ ഇങ്ങനെ ആയിരിക്കണം, അത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ എത്രത്തോളം ക്ലീഷേ മാറ്റി പുതുമ കൊണ്ടുവരാം. ചില സ്ഥലങ്ങളിൽ ക്ലീഷേ ആയാലും പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് അടുത്ത സീനിലേക്ക് കയറുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഒരു കളിയാണ് ഈ തിരക്കഥയും ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പുള്ള ഡിസ്കഷനും ഒക്കെ. അതിൽ എത്രത്തോളം നമ്മൾ ചിന്തിച്ചത് ഓക്കെയാണ് എന്നുള്ളത് സിനിമ തിയേറ്ററിൽ റിലീസായാലേ മനസ്സിലാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹോളിവുഡിലൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു വില്ലേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിയേറ്ററിൽ ഇവർ ടെസ്റ്റ് റിലീസ് ചെയ്യും. കാരണം നമ്മളുടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അനീഷിനെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് കാണിക്കുന്നൊരു രീതിയുണ്ട്, ഒരു പ്രിവ്യൂ. ഈ പ്രിവ്യൂ എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലായി. കാരണം എൻ്റെ സിനിമയാണ്. അപ്പോൾ അനീഷ് വന്നിട്ട് എങ്ങനെയാണ് ഞാൻ സോഹനോട് മോശം എന്ന് പറയണത്, അളിയ കലക്കി എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനെ നമുക്ക് ജെന്യുവനായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വില്ലേജിൽ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഒരു പബ്ലിക് ക്രൗഡാണ് വരുന്നത്. ഈ ക്രൗഡിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാം എന്നുള്ള രീതി. അപ്പോൾ ആ ക്രൗഡിൻ്റെ പൾസ് എടുത്തു, വേൾഡ് വൈഡ് റിലീസ് ചെയ്തു. ഒരു കാര്യമില്ല. അത് ആ പർട്ടിക്കുലർ നാട്ടിലെ അവരുടെ കൾച്ചർ, അവരുടെ അന്നത്തെ മാനസികാവസ്ഥ ഇതിനൊക്കെ സ്വാധീനിക്കും. അതെ. അപ്പം ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ എന്തൊക്കെ തന്നെ തലകുത്തി പറഞ്ഞാലും ഇതിനകത്തൊരു അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പിന്നെ ആ സിനിമ അങ്ങോട്ട് ചെയ്താൽ പോലെ. അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇത്ര വലിയ ചിത്രകാരനാണെങ്കിലും അയാളൊരു പടം വരച്ചു, ആദ്യം കാണുന്ന 5 പേര് പറയുകയാണ് ഇത് തല്ലിപ്പൊളി പടം കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെടാത്തതാ. ആ ആദ്യം കണ്ട 5 പേരുടെ ആസ്വാദന നിലവാരത്തിൽ ഇത് മോശമാണ്. അവർ പറയുകയാണ് ഇത് കൊള്ളൂലെന്ന് വെച്ചാൽ ഒരുപക്ഷെ അയാളത് കീറിക്കളയും. ഈ 5 പേര് പറയുകയാണ് ഇത് ഗംഭീരമാണ്, ഇത് യൂണിവേഴ്സലാണെന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാവുന്ന കോൺഫിഡൻസ് ആണ് പിന്നെ അയാളുടെ മുന്നിലേക്കുള്ള യാത്ര. അത് ആക്ച്വലി ആ കാലം നല്ലതാണെന്ന് പറയാം, വരും കാലം നല്ലതാണെന്ന് പറയാം. ചിലപ്പോൾ ഈ കാലം നല്ലതാണെന്ന് പറയുന്നത് വരും കാലം പൊളിറ്റിക്കലി കറക്റ്റില്ല എന്ന് പറയാം. അത് കല എന്ന് പറയുന്നത് കാലത്തോട് സംവേദിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അൺസർട്ടനിറ്റി അതിനുണ്ട്, എപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ സിനിമയിൽ മാത്രമേ ഇൻ്റർവെൽ ഉള്ളൂ തോന്നുന്നല്ലേ? അങ്ങനെയല്ല. ഈ ഇൻ്റർവെൽ ഇപ്പോൾ ഹോളിവുഡ് അതെന്താന്ന് വെച്ചാൽ ഫണ്ണിയാണ് അതിൻ്റെ കാര്യം. 60 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങളിലൊക്കെ ഫീച്ചർ ഫിലിമായിട്ട് സെൻസർ ചെയ്യാം. നമ്മളിപ്പോൾ ഭയങ്കര കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ 70 മിനിറ്റ്സ് എങ്കിലും ഉള്ളതാണ് നമ്മൾ ഫീച്ചർ ഫിലിമായിട്ട് സെൻസർ ചെയ്യണത്. നമ്മൾക്കൊരു 90 മിനിറ്റെങ്കിലും ഇല്ലെങ്കിൽ സിനിമയായിട്ട് കൂട്ടാൻ പറ്റില്ല. നമ്മൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ സിനിമയുടെ ആൾക്കാരായിരുന്നു. ഇൻ്റർവെല്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് മാത്രമേ പാട്ടുള്ളൂ. അതെ. ആ പാട്ട് സീൻ വരുമ്പോൾ മീൻ കച്ചവടക്കാരനാണെങ്കിലും കളക്ടറാണെങ്കിലും ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും ഗംഭീര ഗായകനാവും. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ അയാൾ പാടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പാക്കേജ് 2.5 മണിക്കൂറാണ് അല്ലെങ്കിൽ 3 മണിക്കൂറാണ്. അപ്പോൾ നമ്മുടെ ഈ മൂത്രസഞ്ചി എന്ന് പറയുന്നൊരു അവയവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അനീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനീഷിന് മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ പിന്നെ ആ സ്ക്രീനിൽ എത്ര നല്ല സീനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഒരു ഇടവേള കൊടുത്തിട്ട് അവനൊന്ന് മൂത്രമൊഴിച്ച് കയറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള സിനിമ ചിലപ്പോൾ അവൻ കാണില്ല. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ പടം പൊളിഞ്ഞു. സിനിമയുടെ ദൈർഘ്യം കൂടുതലാണ് നമ്മൾ ഈ ഇൻ്റർവെൽ കൺസെപ്റ്റിലേക്ക് പോയത്. ഇപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ IFFK ഒക്കെ ഇരിക്കുമ്പോൾ ഒറ്റ ഇൻ്റർവെൽ ഉണ്ടാവില്ല. ഒറ്റ പരിപാടി. ഇപ്പോൾ ടാലൻറ്റ് മാത്രം പോരാ, ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടായാലേ സിനിമയിൽ വിജയിക്കൂ എന്നുള്ള കാര്യത്തിന് സോഹൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇതൊക്കെ കൂടെ വരുന്നതാണ്. നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏത് തൊഴിലിനെയും കാണുമ്പോൾ നമ്മുടെ കൂടെ വരുന്നതാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ വരുന്നതാണ്. അതിന് നമ്മളുടെ ടാലൻറ്റും നമ്മളുടെ ക്യാരക്ടറും ഒക്കെ നമ്മൾക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഒരു ടാലൻറ്റഡ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ
അല്ലെങ്കിൽ ഒരു ആക്ടർ, അയാളുടെ പുറകെയാണ് ഇൻഡസ്ട്രി. അതെ, അതിനകത്തൊരു തർക്കമില്ല. ഒരുപാട് ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും സിനിമ സംഭവിക്കണമെന്നില്ല. കാരണം സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്, വലിയ മുതൽ മുടക്കുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളുടെ ബന്ധം വെച്ചിട്ട് അയാൾക്ക് സിനിമകൾ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല. 1-2 സിനിമകൾ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ കിട്ടിയേക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടാൻ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, നെറ്റ്വർക്ക് ഉദ്ദേശിച്ചതിനൊരു വൈഡർ മീനിങ്ങിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അയാളുടെ മറ്റ് കാര്യങ്ങൾ, ആ രീതിയിലൊന്നും പ്രേക്ഷകരെ നിരന്തരമായി കബളിപ്പിക്കാൻ പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. ടാലൻറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ ഹിറ്റാണെന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോയി കാണും, ആ ഡയറക്ടറുടെ അടുത്ത സിനിമ വരുമ്പോൾ ഒന്നാലോചിക്കും ഹിറ്റായിരുന്നു, എന്നാലും ഒരു മാഗ്നറ്റിക് പവറാണ് ഒരു ഫിലിം മേക്കറുടെ. അവൻ്റെ സിനിമ കാണാൻ പ്രേക്ഷകൻ തിയേറ്ററിലായിക്കോട്ടെ, OTT പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു റീല് പോലും, 20 സെക്കൻഡ് റീല് പോലും നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് വർക്കായില്ലെങ്കിൽ അപ്പോൾ നമ്മൾ മാറ്റുന്ന കാലഘട്ടത്തിൽ 3 സെക്കൻഡാണ് ഇപ്പം അതാണ്. അപ്പോൾ ടാലൻറ്റ് തന്നെയാണ്. അപ്പോൾ ടാലൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ഒരു ഫ്രഷ് ടാലൻറ്റിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്രഷ് ടാലൻറ്റിനെ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഇൻഡസ്ട്രിക്ക് മടിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എത്ര പുതുമുഖങ്ങളുടെ പടം വരുന്നുണ്ട്? അതെ, എത്ര വരുന്നുണ്ട്? വളരെ ചുരുക്കം. അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ ഒന്നും കൂടി കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ പുതുമുഖങ്ങൾ, ഞാൻ മലയാള ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത്, പുതുമുഖങ്ങൾ എല്ലാ മേഖലയിലും വരുന്നൊരു കാലഘട്ടമാണത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര സീനിയർ ഡയറക്ടേഴ്സാണ് ഇപ്പോൾ പടം ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഈ 2026 സീനിയർ ഡയറക്ടേഴ്സ് ചെയ്ത സിനിമകളൊന്ന് പറഞ്ഞു. സിനിമകളില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനറേഷൻ മാറി, ഇതൊരു ഇൻഡസ്ട്രിയാണ്. ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുന്ന കഥകൾ, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പുതിയ പരിതസ്ഥിതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതാണ് എക്കാലത്തെയും ന്യൂ ജനറേഷൻ. അപ്പോൾ ഈ പുതുമ യുമായി വരുന്നത് ഒബ്വിയസ്ലി പുതിയ ടാലൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് പിന്നെ അവർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകളാണ് അവരുടെ ടാലൻറ്റ് കാണിക്കാൻ. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ്, പണ്ടൊരു ഷോർട്ട് ഫിലിം എടുത്താൽ ദൂരദർശനിൽ അത് ടെലികാസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. അതിന് സ്വാധീനം വേണം, മറ്റത് വേണം, മറിച്ച് വേണം. അപ്പോൾ ഈ സ്വാധീനങ്ങളൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ഒരു ടെലിഫിലിം പോലും എടുക്കുള്ളൂ. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതിൽ അപൂർവം ഗംഭീര ഷോർട്ട് ഫിലിം വന്നതാണ് ശ്യാം പ്രസാദ് സാറിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു വരവ്. ഇന്നതല്ല, ഇന്ന് ഡിജിറ്റലായതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു മൊബൈൽ ക്യാമറയിൽ പോലും ഒരു ഷോർട്ട് ഫിലിം എടുക്കാം. എൻ്റെ ടാലൻ്റ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഷോക്കേസ് ചെയ്യാം, യൂട്യൂബിലിടാം, പ്രേക്ഷകരെ ഏറ്റെടുക്കും. 1 മില്യൺ 2 മില്യൺ ആവും. അവനെ ആൾക്കാർ അങ്ങോട്ട് വിളിക്കും, മോനെ നീ ഒരു സിനിമ ചെയ്യടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും അവരുടെയൊക്കെ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനി മാറി പുതിയ ആൾക്കാരിലേക്ക് വരുന്നതും അത് മാറി മൊത്തം പഴയ ആൾക്കാരിലേക്ക് പോകുന്നതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. അതിൽ പെർഫോം ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചില കമൻസ് പോലും സിനിമയിലൊരു വലിയ സീനിൽ അവസാനിക്കുന്ന ഒരു കോമഡി പീസിനെക്കാട്ടും രസകരമായിരിക്കും. പറഞ്ഞ പോലെ പാടാണ്, കാരണം ഇത് 1 മിനിറ്റ് സാധനവും ഇതൊരു 2.5 മണിക്കൂർ സിനിമയും ആണ് സംഭവം. പക്ഷേ ഇത്തരം കോമഡികളുടെ ടൈമിങ്, അല്ലെങ്കിൽ ഇത്തരം കോമഡികളുടെ വേർത്ത് കാരണം സിനിമയിൽ കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ കോമഡി എഴുതുമ്പോൾ, അല്ലെങ്കിൽ സർക്കാസം ഒരു സീനിൽ കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ടോ? അല്ല, അത് ബുദ്ധിമുട്ടിൻ്റെ ഒരു വിഷയം അതിനകത്തില്ല. നമ്മളൊരു 2 മണിക്കൂർ സിനിമ പറയുമ്പോൾ നമ്മൾ ആ കഥയാണ് പറയുന്നത്. നമ്മൾ ആ കഥ പറഞ്ഞാൽ മതി. ആ കഥയിൽ സ്വാഭാവികമായ തമാശകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ തമാശ നമുക്ക് സ്ക്രീനിൽ വർക്കാവുള്ളൂ. നമ്മളൊരു തമാശ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തമാശ കുത്തിക്കയറ്റാം എന്ന് കരുതിയിട്ട് ആ സിറ്റുവേഷന് മാച്ച് ആവാത്ത, ആ സിറ്റുവേഷനിൽ
ആപ്റ്റല്ലാത്ത ഒരു തമാശ കയറ്റാൻ നോക്കിയാൽ അത് ഡിസാസ്റ്ററാണ്, ചളിയായി. അത് ട്രാജഡി, ചളിയായി പോകും. റീൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പർട്ടിക്കുലർ സാധനമാണ് അവൻ അടിക്കുന്നത്. അവൻ അത് മാത്രം അടിച്ചാൽ മതി. ഇപ്പം എനിക്കൊരു തമാശ കിട്ടി, ഞാൻ ആ തമാശ മാത്രം പറഞ്ഞാൽ ആ റീലായി. എനിക്ക് പറയേണ്ടത് 2 മണിക്കൂർ സിനിമയാണ്. ആ സിനിമയിൽ ഇപ്പോൾ ഷാഫി സാറൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ആ 1 ലൈൻ കഥയിൽ തന്നെ തമാശ ഉണ്ടാവും. ശരി. നമ്മൾ ആലോചിക്കുന്ന സിനിമയുടെ 1 ലൈൻ കഥയുണ്ടല്ലോ, ഒരു സെൻറ്റൻസ് കഥയുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് തമാശ തോന്നാം. അപ്പോൾ അതിൽ നമുക്ക് തമാശ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കുന്ന അത് പൊക്രാനിൽ പൊട്ടിക്കണോ അതോ ഭൂട്ടാനിൽ പൊട്ടിക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന കഥ ആലോചിക്കുകയും അതിനകത്ത് തമാശ കൊണ്ടുവരികയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പാളിപ്പോവും. പക്ഷേ 2000 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ആൺകുട്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന തമാശകളുണ്ടല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് തർക്കം വരുന്ന സാധനമാണ് ഈ ലീഡായിട്ട് സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിൽ വരുന്ന വിഷയം. എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ലീഡ് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഒരു മാർക്കറ്റ് വേണമെങ്കിൽ, ഇത് സെല്ലബിൾ ആവണമെങ്കിൽ എപ്പോഴും ഒരു പുരുഷ ലീഡാണ് വേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്. എപ്പോഴും എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു മെയിൽ ലീഡ് തന്നെ വേണം എന്ന് ഉള്ളത്? ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് അന്വേഷണം വലിയ വലിയ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നത്. അത് ഇതൊരു ഇൻഡസ്ട്രി ആണല്ലോ. ഇൻഡസ്ട്രിയിൽ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന ഫാക്ടറുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ടും ഡിമാൻഡ് ഉണ്ടാക്കാം, ഡിമാൻഡ് ഉള്ളവരെ വെച്ചിട്ട് ആ ഡിമാൻഡ് വിറ്റ് കാശാക്കാം. അപ്പോൾ നിലവിൽ ഡിമാൻഡുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സ്ത്രീയാവാം പുരുഷനാവാം. ഇത് ആ ഡിമാൻഡ് അനലൈസ് ചെയ്യപ്പെടുന്നത് ഒരു സിനിമ റിലീസാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ സിനിമകൾ പരിശോധിച്ചിട്ട് ഇയാളുടെ ഏറ്റവും മോശം സിനിമയ്ക്ക് വരെ വന്നിട്ടുള്ള മിനിമം ഓഡിയൻസിനെയൊക്കെ കണക്കിലെടുത്ത് അല്ലെങ്കിൽ മിനിമം ഇൻകം ഒക്കെ കണക്കിലെടുത്തിട്ടാണ്. ഇപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ വരാം. നമ്മൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് മഞ്ജു വാര്യരെയും നയൻതാരയെയും ഇപ്പോൾ ഹോളിവുഡിലാണെങ്കിലൊക്കെ ഒരുപാട് ആക്ടേഴ്സ്, ഫീമെയിൽ, മെയിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ നിലനിന്ന് പോകുന്നത് ആണുങ്ങളാണ്, പുരുഷന്മാരാണ് എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം നാളെ ഒരു സൊസൈറ്റി വളരുകയല്ലേ. നമ്മൾ എത്ര കാലമായി സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ, അവരുടെ സിനിമകൾ എന്താണ് ഓടാത്തത് എന്നൊക്കെയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും സമൂഹവും അതിന് പരുവപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാനൊരു ഫിലിം മേക്കറാണ്, അനീഷ് ഒരു മീഡിയ പേഴ്സണാലിറ്റിയാണ്. നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നിട്ട് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിനിമ ഓടണം, ഒരു സ്ത്രീ നമ്മളുടെ 25 വർഷമായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറായിട്ട് വേണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്ന പോലെ നമ്മുടെ സൊസൈറ്റി കൂടി ഒന്ന് വാശി പിടിക്കട്ടെ, അതിലേക്ക് സൊസൈറ്റി വരട്ടെ. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അവനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പ്രാപ്തരായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്, ഇനിയും വരും. അവരൊക്കെ ഈ ഓപ്പർച്യൂണിറ്റിയൊക്കെ എല്ലാം ഏറ്റെടുത്ത് സമൂഹം മാറുന്നതിൻ്റെ സപ്പോർട്ടും എല്ലാം ഉൾക്കൊണ്ട് അത്തരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ട് ചോദിച്ചാൽ നമ്മൾ കുറച്ച് എന്നറിയോ, അല്ലെങ്കിൽ ഓഹോ നീ സ്ത്രീവിരുദ്ധനാണല്ലേ എന്നും പറയാൻ പാടില്ലല്ലോ. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വിഷയമല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ സിൻസിയറായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു സിൻസിയറായിട്ടുള്ള മറുപടിയിലും ഈ സ്ത്രീ വിരുദ്ധതയൊക്കെ അല്ലെങ്കിൽ പുരുഷ വിരുദ്ധതയൊക്കെ കണ്ടെത്താം. അത് വ്യക്തിപരമായിട്ട് ഒരാളുടെ അഭിപ്രായമായിട്ട് എടുത്താൽ മതി. ഇപ്പം ഒരുപാട് സെറ്റിൽ പണിയെടുത്തൊരു വ്യക്തി എന്ന നിലയിൽ, ജോലി എടുത്ത വ്യക്തി എന്ന നിലയിൽ ഈ ക്യാമറയ്ക്ക് മുന്നിലാണോ അഭിനയം കൂടുതൽ, ക്യാമറയ്ക്ക് പുറകിലാണോ? അങ്ങനെ ഒരു കുരിഷ്ട് ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം ജീവിതത്തിൽ നമ്മളെല്ലാവരും അഭിനയിക്കുന്നുണ്ട്. അതെ, അത്
ക്യാമറയ്ക്ക് പുറകിൽ എന്ന് പറയുന്നത് സെറ്റിലെ പർട്ടിക്കുലർ കാര്യമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജീവിതത്തിലൊക്കെ വീട്ടിൽ അഭിനയിക്കുന്നില്ലേ, അമ്മയെ പറ്റിക്കുന്നു, അച്ഛനെ പറ്റിക്കുന്നു, അങ്ങനെ അവിടെയാണല്ലോ നമ്മൾ അഭിനയം തുടങ്ങുന്നത്. അപ്പോൾ പറ്റിച്ച് സിനിമയ്ക്ക് പോയല്ലേ? അതെ, നമ്മുടെയൊക്കെ പറ്റിക്കലായിരിക്കാം, ക്യാമറയ്ക്ക് പുറകിലെ പറ്റിക്കലായിരിക്കാം, അതിൻ്റെ ഒരു അംശമായിരിക്കാം നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. പക്ഷെ ആ ക്വസ്റ്റിൻ്റെ പുറകിലുള്ളൊരു ധ്വനിയെ പറ്റി ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ ചലച്ചിത്ര തൊഴിലാളികൾ, സെറ്റിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ചലച്ചിത്ര തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ ഒരു കഷ്ടപ്പാട്, അവരുടെ ഒരു ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി 9 മുതലാണ് 12 മണിക്കൂർ കോൾ ഷീറ്റാക്കിയത്. അപ്പോൾ 80 വർഷത്തിന് മേൽ ചരിത്രമുള്ള മലയാള സിനിമ ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 16-17 മണിക്കൂറിലാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പെടുന്നവരും ഉണ്ട്. അവരുടെ ഒരു വലിയ വേർപ്പാണ് നമ്മളീ കാണുന്ന എല്ലാ നടന്മാരും സൂപ്പർ താരങ്ങളും. അതെ. അപ്പം ഇതിന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ നടന്മാരുടെയും ഈ തൊഴിലാളികളുടെ എഫേർട്ടിനെ കുറിച്ചൊക്കെ ശരിയാണ്. ടെക്നിക്കൽ സൈഡുണ്ട്, ആക്ടിങ് സൈഡുണ്ട്. ഇപ്പോൾ ഒരു നടൻ ഒരു റീടേക്ക്, ചിലപ്പം 1 റീടേക്ക്, 2 റീടേക്ക്, 3 ടേക്ക്, 4 റീടേക്ക് ആയാലും ഒരു പക്ഷേ ഒരു ശാന്തത സെറ്റിലുണ്ടാവും. പക്ഷെ ഒരു ഫോക്കസ് ഒന്ന് ജസ്റ്റ് ഒരു ഷോട്ടിൽ മാറിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ വേർതിരിവ്? അല്ല, അതുമൊക്കെ ഈ പറയുന്ന പോലെ ആത്യന്തികമായി ഇത് സ്ക്രീനിൽ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആവശ്യമില്ലാതെയും ആവശ്യത്തിനുമൊക്കെ ഈ സ്ക്രീനിൽ വരുന്ന ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഒരു ജോലി കൂടി ഈ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന എല്ലാവരും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ ഏത് മാനസികാവസ്ഥയിലാണെങ്കിൽ പോലും, അവൻ എത്ര ടെൻഷനിലാണെങ്കിൽ പോലും, അവൻ്റെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, അവൻ എത്ര സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അതാണ് സിനിമാ പ്രവർത്തകർ എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ചലച്ചിത്ര തൊഴിലാളികൾ അതാണ്. അവർ അറിഞ്ഞു കൊടുക്കുകയാണ് ഈ ആക്ടേഴ്സിന്. കാരണം അവൻ തൊഴിൽ ചെയ്യുന്ന മേഖല അറിയാവുന്നത് കൊണ്ടാണ്. അല്ല, ഒരു സെറ്റിൽ 60% അവരായിരിക്കില്ലേ? അതെ, അവർക്കറിയാം അവരുടെ തൊഴിലിൻ്റെ പ്രത്യേകത. അത് അറിഞ്ഞുകൊണ്ട് അവൻ കൊടുക്കുന്നതാണ്. നമ്മുടെ നീ കംഫർട്ടബിൾ ആയിക്കോ എന്ന് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പുന്ന ആൾ മുതൽ, ഫോക്കസ് എടുക്കുന്ന ആൾ മുതൽ, സംവിധായകൻ വരെ അല്ലെങ്കിൽ നിർമ്മാതാവ് വരെ അവരെ കംഫർട്ടബിൾ ആക്കുന്നത് അവരുടെ പെർഫോമൻസും കൂടിയാണ്. നമ്മൾ ആത്യന്തികമായി അതാണല്ലോ നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കംഫർട്ടബിളായി അത് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ഈ അതിൻ്റെ പുറകിൽ നിൽക്കുന്നവരാണ്. അതവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് അറിയാത്ത ചില നടന്മാരുണ്ട്. ശരി, അവർ അത് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്. അവരൊന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു സിനിമയുടെ സോളി പുറകെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അങ്ങനെയല്ല, ഇത് രണ്ടും കൂടി ചേരുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് സിനിമ. ഇത് രണ്ടും ഏറ്റവും നല്ല രീതിയിൽ ബ്ലെൻഡ് ആകുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ആക്ടേഴ്സ്, അവർക്ക് പെർഫോം ചെയ്യാനുള്ള നല്ല സാഹചര്യം അതൊരുക്കി കൊടുക്കുന്ന നിർമ്മാതാവും സംവിധായകനും മറ്റു ടെക്നീഷ്യന്മാരും, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു നല്ല കലാരൂപമാകും. ഒരുപാട് സംഘടനകളുണ്ട് മലയാള സിനിമയിൽ. ഇത്രയും സംഘടനകളുള്ളത് മലയാള സിനിമയ്ക്ക് ഗുണകരമാണോ, അല്ലെങ്കിൽ സംഘടനകളുടെ പേരിൽ മാത്രമുള്ളതാണോ? മലയാളികളാണ് ഈ സംഘടനകളുടെ ആൾക്കാർ. നമുക്കാണ് ഇവിടെ എല്ലാത്തിനും സംഘടനകൾ. അൺഫോർച്ചുനേറ്റ്ലി ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും അവസാനം സംഘടന രൂപീകരിച്ച ആൾക്കാർ നമ്മളാണ്. അതായത് ഇവിടെ ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിലും ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു ട്രേഡ് യൂണിയൻ വന്നത് ഏറ്റവും ലേറ്റായിട്ട് മലയാളത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ സിനിമ കൂടുതലും ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ. കേരളത്തിലേക്ക് വന്നിട്ട് മലയാളത്തിലേക്ക്, ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അധികം സമയമാകാത്തതുകൊണ്ടാണ് നമ്മൾ ആ കാര്യത്തിൽ ലേറ്റായത്. ഈ സംഘടനകൾ വലിയ രീതിയിലുള്ള മാറ്റം സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് സംഘടനയാണെങ്കിൽ പോലും. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മീഡിയ കൊട്ടിഘോഷിക്കുന്ന പോലെയുള്ള ഒരു സംഘടനകളുടെ വിലക്കോ, സംഘടനകൾ ഇൻഡസ്ട്രിയിൽ
വലിയ സ്വാധീനം ചെലുത്തുകയോ അങ്ങനെ ഒന്നുമുള്ള അതല്ലല്ലോ സംഘടനകൾ വിലക്കിയിട്ടുണ്ടല്ലോ. എന്തോ സംഘടനകൾ വിലക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് സംഘടനകൾ വിലക്കിയിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിലവിൽ ഇന്ന് കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ എന്തും പ്രവർത്തിക്കുള്ളൂ. അതൊരു മലയാളികളുടെ പൊതു ബോധത്തിൽ തന്നെയാണ് അതിൽ നമ്മൾ മുൻനിർത്തി തന്നെയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സംഘടന ഉണ്ട് എന്ന് ഒരു സെറ്റിലും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. ഫെഫ്ക ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം ചലച്ചിത്ര തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഫെഫ്ക ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ചിത്രീകരണ സമയത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ മേക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ ഫ്രീഡത്തിനും അവരുടെ ആ സ്പേസിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ഇടപെടലുകളല്ലാതെ സംഘടനയുടെ യാതൊരുവിധ ഇടപെടലുകളും ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് ഒരു സംഘടന കൊണ്ടെന്നുള്ള കൃത്യമായ ധാരണയുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അത് ഫെഫ്ക മാത്രമല്ല, അമ്മയാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും മറ്റ് സിനിമാ മേഖലയിലുള്ള എല്ലാ സംഘടനയാണെങ്കിലും ആ ഒരു ഉയർന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ ബോധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു സംവിധായകൻ എന്ന നിലയിലാണോ ഒരു ആക്ടർ എന്ന നിലയിലാണോ ഏറ്റവും കൂടുതൽ ഈഗോ ഉണ്ടാകാറുള്ളത്? ഇപ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ സോഹൻ ഒരു നല്ല സംവിധായകനാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെയാണ്, അത് പറയുന്നത് കേൾക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എത്ര വലിയ സംവിധായകനാണെങ്കിലും അയാൾ ഗംഭീര സിനിമയാണ് എടുത്തു വെച്ചേക്കണമെങ്കിലും ഇത് അയാളൊന്നും അറിയണ്ടേ. പലപ്പോഴും പല കലാകാരന്മാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. അല്ല, ഇങ്ങനെ ഈ കൂട്ടത്തിൽ തന്നെ ഇതിലും ഇതായിട്ട് ചെയ്തിട്ട് പലരെ അറിയിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ചു നേരം കണ്ട അല്ല, അതാണ് അതറിയാനാണ് ഒരു കലാകാരന് ഇഷ്ടം. അപ്പോൾ ആ കലാകാരനെ അത് അറിയിക്കുക, അയാൾ സന്തോഷിച്ചോട്ടെ. അതിൻ്റെ സത്യവും നുണയൊക്കെ അത് വേറെ രീതിയിൽ ചിന്തിക്കാം നമുക്ക്. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ജനങ്ങളുടെ അപ്രിസിയേഷനാണ്. ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഈ 5 പേരല്ലുള്ളൂ. അതായത് ഈ 5 പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു 5 പേരുണ്ട്. ഇവരെന്നെ പറ്റി നല്ലത് പറയണം. ഇത് കേൾക്കാനാണ് എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരും കഷ്ടപ്പെടുന്നത്. ഈ 5 പേര് മാത്രം നമ്മൾ മരിക്കണത് വരെ ഒരു നല്ലത് പറയില്ല. കാരണം അവരുടെ ധാരണ എന്താണെന്നറിയോ, നല്ലത് പറഞ്ഞിട്ട് ഇവൻ അഹങ്കരിച്ച് വഴിതെറ്റിപ്പോയാലോ, ഇവൻ ഓവർ കോൺഫിഡൻസ് ആയാലോ. അപ്പം ഞാൻ മലയാളികളോട് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാണ്, നിങ്ങൾ ആരുടെയൊക്കെയോ 5 പേരിൽ ഒരാളാണ്. അയാളൊന്ന് സമാധാനിപ്പിക്കുക, അയാളൊന്ന് സന്തോഷിപ്പിക്കുക. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കുറ്റങ്ങൾ നിങ്ങൾ തൽക്കാലം പറയണ്ട. നിങ്ങൾ അയാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. അയാളിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾ നോക്ക്. അത് അയാളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുള്ളൂ, ഗുണം ചെയ്യുള്ളൂ. നിങ്ങൾ അയാൾ വളരാൻ വേണ്ടിയിട്ടാണ് അയാളെ കുറ്റം പറയുന്നത്. എൻ്റെ ഇത്രയും നാളത്തെ എളിയ അനുഭവത്തിൽ നിങ്ങൾ അയാളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും, അയാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. ഒന്നും സംഭവിക്കാൻ പാടില്ല. അതായത് ഞാൻ അനീഷിനോടും കൂടെ പറഞ്ഞത്, എൻ്റെ പടം കഴിയുമ്പോൾ വിളിച്ചിട്ട് എന്ത് പടമാടാ ചെയ്തു എന്ന് പറയല് നിർത്ത്. എന്നിട്ട് എടാ കൊള്ളാം കേട്ടോ, ഒരു വോയിസ് കൊണ്ടിട്ടോ നേരത്തെ കേൾപ്പിച്ച പോലെ ബുദ്ധിമുട്ടാണ്. ഇൻഡസ്ട്രിയിലെ പ്രശ്നമാവെന്ന് ചോദിച്ചിട്ട് ഉപേക്ഷിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സിനിമ പ്രശ്നമാവുന്നു, പ്രശ്നമാവുമെന്ന് തോന്നുന്ന സിനിമയാണ് എനിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സിനിമ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സിനിമ കിട്ടി അപ്പം ചെയ്യണം. കാരണം ഇതുവരെ വന്ന സിനിമകൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ സിനിമകൾ മലയാളിക്ക് വേണ്ടല്ലോ. അപ്പോൾ ഒരു പ്രശ്നമാകും എന്ന് തോന്നിയാൽ അത് ഇതുവരെ ആരും ചെയ്യാത്തൊരു സിനിമ അല്ല. ഈ സർക്കാസം മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് സോഹൻ. എനിക്ക് പേഴ്സണലി അറിയാം. സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങൾ സർക്കാസമായിട്ട് സിനിമ ചെയ്യും. സിനിമയ്ക്കുള്ളിലെ സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു പുതുമ അതിന് തോന്നിയാൽ മാത്രമേ നമുക്കത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനിയും ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലീഷ്യ സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ പരാജയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ഈ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ഈ പരാജയങ്ങളിൽ നിന്ന് മാത്രമാണോ സോഹൻ സക്സസ്ഫുൾ ആയത്?
അതായത് ഒരു ആള് ജയിച്ചാൽ വലിയ പരാജയമാണ് അയാൾക്ക് ജയിച്ചാൽ. കാരണം അയാൾക്ക് ഇനി തോക്കാൻ പറ്റില്ല. അതൊരു ഈഗോ ആണ്. അയാൾക്ക് ഇനി തോക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു കോളേജ് ഇലക്ഷന് മത്സരിച്ചു, ഡിഗ്രിക്ക് ചേർന്നു, ഫസ്റ്റ് ഇയർ ജയിച്ചു, സെക്കൻഡ് ഇയർ ജയിച്ചു, ഫൈനൽ ഇയർ ജയിച്ചേ പറ്റൂ, തോക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ഇയർ തോറ്റു, മത്സരിച്ച് തോറ്റു, നമുക്കിനി സെക്കൻഡ് ഇയർ മത്സരിക്കാം. തോറ്റാണല്ലോ, തോക്കാം ജയിക്കാം, തേർഡ് ഇയർ മത്സരിക്കാം, മനസ്സിലായോ? അപ്പൊ മുന്നോട്ടുള്ള പോക്കിന് ഇത്രയും സുഖമുള്ളൊരു പരിപാടി പരാജയമാണ്. പക്ഷെ കുറച്ചു നേരം മുമ്പേ പറഞ്ഞ പരാജയപ്പെട്ട ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടത് രണ്ട് രീതിയിലാണ് എടുക്കേണ്ടത്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ പരാജയം ഇനി ആവർത്തിക്കില്ല എന്ന് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ കാര്യം. എൻ്റെ ഒരു പടം ഇപ്പോൾ വളരെ പച്ചയായിട്ട് പറഞ്ഞാൽ ഡബിൾസ് എന്ന് പറഞ്ഞിട്ട് 4 ലൊക്കേഷനിലൊക്കെ സിനിമ നല്ല ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? എവിടെയൊക്കെയാണ് എനിക്ക് പരാജയം സംഭവിച്ചത്, എനിക്ക് എവിടെയൊക്കെയാണ് തെറ്റ് സംഭവിച്ചത്, ഞാൻ എവിടെയൊക്കെയാണ് പാളിയത്. അതിന് പകരം എൻ്റെ സിനിമ ഓടി, സമയം ശരിയായിരുന്നില്ല, അതിൻ്റെ പബ്ലിസിറ്റി ശരിയായില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയം മറ്റുള്ളവരുടെ തലയിൽ വെക്കാൻ നോക്കണം. അങ്ങനെയല്ല പരാജയത്തെ കാണേണ്ടത്. പരാജയം അങ്ങോട്ട് എൻജോയ് ചെയ്യുക, പരാജയം അങ്ങോട്ട് ആസ്വദിക്കുക. ഏറ്റവും നല്ല തമാശയാണ് നമ്മുടെ പരാജയം എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് മനസ്സിലാക്കിയാൽ ഇത്രയും നല്ല ചിരി പടർത്തുന്ന ഒരു സാധനം പറയില്ല. ശരിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരാജയത്തെ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ സ്വയം വിലയിരുത്തപ്പെടും. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡബിൾസ് പരാജയപ്പെട്ടു, അങ്ങനെ പറയട്ടെ ഒരു സംവിധായകൻ. അതെൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിചാരിക്കും അടുത്ത പടങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഓടിയില്ലല്ലോ, കുഴപ്പങ്ങളാണല്ലോ. തിരുത്തിക്കൊണ്ടുവരികയല്ലേ, ഞാൻ തിരുത്തിക്കൊണ്ടേയിരിക്കല്ലേ. അത് തിരുത്തും. മലയാളി 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സിനിമ ഞാൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, അതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്കിപ്പോൾ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയിട്ട് എൻ്റെ സംശയങ്ങൾ ചോദിക്കാം. എനിക്ക് ഏത് ലൈബ്രറിയിൽ പോയിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് നെറ്റിൽ പോയിട്ട് വേണമെങ്കിലും എനിക്ക് സെർച്ച് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം. കാരണം ഞാൻ പരാജയപ്പെട്ടവനാണ്, എനിക്ക് പഠിക്കണം, എനിക്കൊരു ഈഗോയും ഇല്ല. അപ്പോൾ പരാജയത്തെ പോലെ മുന്നോട്ട് പോകാൻ മനോഹരമായൊരു സാധനം പറയില്ല. നമുക്ക് എന്തെങ്കിലും ജയിച്ചാൽ മതി, നമ്മൾ ജയിക്കും. ആ ആത്മവിശ്വാസം കൈവിടരുത്. ഞാൻ സി എക്ക് പഠിക്കാൻ നേരത്തെ കണ്ട സോനും ഇപ്പോൾ ഉള്ള സോനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പ്രായത്തിൻ്റെ അല്ല കേട്ടോ. അല്ല, അത് പറയേണ്ടത് അനീഷ് അല്ല, സ്വയം പറയും. അത് അനീഷ്. അതെനിക്കിവിടെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് അന്നത്തെക്കാളും വളരെ ഭൗതികമായും മാനുഷികമായും ചോദിക്കണ്ടായിരുന്നു. എൻ്റെ ഒരു വളർച്ച കണ്ടിട്ട് അല്ല, പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു മാറ്റം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളൊക്കെ. പക്ഷേ ശാരീരികമായ മാറ്റങ്ങൾ വരും, പ്രായത്തെ തീർച്ചയായിട്ടും വരും. എന്നാലും മനസ്സുകൊണ്ട് ആ സി എക്കാരനായിട്ട് തന്നെയാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോകും, നമ്മൾ ആ പ്രായത്തിലേക്ക് പോകും. പക്ഷേ വളരെ അപൂർവം സുഹൃത്തുക്കളെ മാത്രമേ അന്ന് മുതലുള്ളവരുമായിട്ട് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അത്രയും സന്തോഷമുള്ള പരിപാടി പറയില്ലെങ്കിലും നമുക്കതിനുള്ള അവസരം കിട്ടുന്നില്ല. ഓരോരുത്തന്മാർ ജീവിത പ്രാരംഭത്തിൽ പലരും നാട്ടിൽ തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആദ്യം പറഞ്ഞല്ലോ ഞാൻ എന്താ സിനിമയിൽ അഭിനയിക്കാൻ. അടുത്തത് മലയാള സിനിമയെ ഞെട്ടിക്കാനൊരു സിനിമ ചെയ്യാൻ നേരത്ത് എൻ്റെ റോൾ എന്തായിരിക്കും? ഇതുപോലെ ഹിറ്റാവുമ്പോൾ നല്ലൊരു ഇൻ്റർവ്യൂ എടുക്കൂ. വളരെ സന്തോഷം. താങ്ക് യു.